ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അവക്കാഡോ വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. അപ്പം 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പാല്, കണ്ടൻസ് മിൽക്ക്, അതുപോലെ വാനില എസൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അത് ഉണ്ടാക്കുമ്പോൾ എടുക്കാം. നമുക്കിത് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ പൾപ്പ് ഇങ്ങനെ ഒരു ടീസ്പൂൺ വെച്ച് എടുത്ത് ഇടുകയാണ്. ഇതിലേക്ക് പൾപ്പ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ പഞ്ചസാര ചേർക്കുകയാണ്. പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം ഈ പാലും കൂടി ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഇത് അരച്ചിട്ട് ബാക്കി പാലൊഴിക്കാം. നമ്മളിത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഞാൻ. ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് 250 ml ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. ഫ്രഷ് ക്രീം എടുക്കുമ്പോൾ അത് നന്നായിട്ട് തണുത്തതാണെന്ന് ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അത് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇത് ഒരു ഡബിൾ സൈസായിട്ട് വരണം. നല്ല സ്റ്റിഫായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഐസ്ക്രീം നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളെടുക്കുന്ന അവക്കാഡോ നല്ല പഴുത്തതായിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ബിറ്റർ ടേസ്റ്റ് വരും. അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഫ്രഷ് ക്രീമിലേക്ക് അവക്കാഡോൻ്റെ മിക്സ് ഇട്ട് നല്ല വിധത്തിൽ അടിച്ച് മിക്സ് ചെയ്തെടുക്കുക. അവക്കാഡോ ഇട്ടതിന് ശേഷം അതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാനായിട്ട്. പഞ്ചസാര ഒഴിവാക്കി കണ്ടൻസ് മിൽക്ക് മാത്രം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവക്കാഡോ ഇതുപോലെ കിട്ടണമെന്നില്ല. പക്ഷെ അവക്കാഡോയ്ക്ക് പകരം നമ്മുടെ റോബസ്റ്റ പഴം വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റും നല്ല സ്ട്രക്ചറിലും ഇത് കിട്ടുകയും ചെയ്യും. ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതുകൊണ്ടാണ് കണ്ടൻസ് മിൽക്ക് കുറച്ച് ഒഴിക്കുന്നത്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക വേണ്ടത്. ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലൊരു 1.5 ഇഞ്ച് കനത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 2 കണ്ടെയ്നറിലായിട്ടാണ് ഞാൻ ഒഴിച്ച് ഫ്രീസറിൽ വെക്കുന്നത്. അധികം തിക്കോട് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീസായിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽസ് ആയിട്ട് ഒന്നുമില്ല. ഏത് ഫ്രൂട്ട് വെച്ച് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിലും ആ ഫ്രൂട്ട് നന്നായി പഴുത്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അവക്കാഡോയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം പഞ്ചസാര ചേർക്കേണ്ടി വന്നത്. വേറെ ഏത് ഫ്രൂട്ട് എടുക്കായാലും നമുക്ക് ഇത്രയും പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. മറ്റ് ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും സ്ട്രക്ചർ കറക്റ്റായിട്ട് വരുന്നത് അവക്കാഡോ വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.